ഹലോ, എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ വലിയൊരു പൂങ്കാവനത്തിലാണ് കേട്ടോ. ഇതിനുമുമ്പ് ഞാൻ റോസ് പൂങ്കാവനത്തിലാണ് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചെറിയ ബ്ലോസം, പിന്നെ ഇത് പാടിയുള്ളത് ടുലിപ്സ്. ഇതെല്ലാം കൂടെ ഉള്ള ഒരു എല്ലാരും നല്ല ഫ്ലവറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട്. ചേട്ടായി വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 14 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഡ്രൈവ് ഒക്കെ ചെയ്ത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തി. ജോയും റിയും മാച്ച് ആണല്ലോ രണ്ടുപേരും. അതാ ഞാൻ പച്ച ഇടിപ്പിച്ചത്. ഇവൻ പച്ച ഇട്ട് വന്നപ്പോൾ ഞാൻ ഒട്ടി ഇവനെയും കൂടി ഇടിപ്പിച്ചേക്കുന്നത് പച്ച. നല്ല രസമാണ് കേട്ടോ. ഓ, ഇത് ചെറി ബ്ലോസത്തിന്റെ ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ, പിങ്ക് ആയിട്ട്. ഒരുപാട് മൊട്ടുകളുണ്ട് കണ്ടോ. ഓക്കെ 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 ഓക്കെ. ഇതിന്റെ ഒരു ഗാർഡനിലേക്ക് നമ്മൾ കേറുവാണല്ലേ. എന്ത് രസമാണ്, എന്ത് ഭംഗിയാ. ഞാൻ പറയാം ഫോട്ടോയ്ക്കകത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെയല്ലേ. അതല്ലേ ടുലിപ്പ് അല്ലേ? അതെ അതെ അതെ. ഇതുണ്ടോ ഈ കാണുന്നത്, എന്ത് രസാന്നൊക്കെ. അവിടെയൊക്കെ പല പല കളറ് നിറത്തിലുള്ളതുണ്ട്. ഇതൊരു പ്രത്യേക നമ്മള് സാധാരണ എപ്പോഴും കാണുന്ന ചെറിയ ബ്ലോസം. ഇതിന്റെ ഫ്ലവർ ഉണ്ട്, ഇച്ചിരി വലിയ ഫ്ലവർ ആണ്. അത് നിക്കുന്നുണ്ട് ഒരു കമ്പിൽ ഇങ്ങനെ നീണ്ട്. പണ്ട് നമ്മള് കടലാസം കൊണ്ട് പൂവുണ്ടാക്കില്ലേ, അതുകൂട്ടല്ല. എന്ത് രസം നോക്കിയല്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഭംഗിയത് കാണാനോ. അതെ അതെ അതെ, അടിപൊളി. നമ്മൾ ഈ കടലാസ് പൂ നമ്മൾ ഉണ്ടാക്കണ പോലെ ഒരു കമ്പയിൽ ഇങ്ങനെ നിറച്ച് പൂ ഇങ്ങനെ കുത്തി 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 വെച്ചേക്കുന്ന കൂടി എന്ത് രസമാന്ന് നോക്കിയല്ലേ. ഇതുണ്ടോ മിറ, അതിങ്ങനെ റെയിൻ ഡ്രോപ്പ് പോലെ മഴത്തോട് പോലെ താഴോട്ട് നിൽക്കുന്നില്ല. ഇത് കണ്ടോ, എനിക്ക് ഇതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തെന്നറിയില്ല, കാരണം ആ മേളിൽ കണ്ടോ പിങ്കാ, ഡാർക്ക് പിങ്ക്. എല്ലാം കണ്ടോ, താഴെ കിടക്കുന്ന കൊച്ചിനെ കണ്ടോ? അത് കണ്ടോ, അത് കണ്ടോ, ഡാർക്ക് പിങ്ക്. അത് കണ്ടോ, ശരി ശരി ശരി. വൈറ്റ് 2 അല്ല 3 കളർ ഉണ്ട്. വൈറ്റ്, ഇത് റോസ്, പിങ്ക്. സൂപ്പർ അടിപൊളി. നല്ല പോസാണ് കേട്ടോ. ചേട്ടനും അനിയത്തിയും അടിപൊളി, സൂപ്പർ. ഇത് കണ്ടു വെച്ചാൽ മഴത്തുള്ളി പോലത്തെ പൂവല്ലേ, ചെറി ബ്ലോസം. ചെറി ബ്ലോസം തന്നെ വകഭേദമാണെന്ന് തോന്നുന്നു എല്ലാം അല്ലേ. ഈ സമയത്ത് മാത്രമേ ടുലിപ്സ് പൂക്കത്തുള്ളൂ കേട്ടോ. ഇത് ഡാഫോഡിൽസ് അല്ലേടി. ഇതാ ഡാഫോഡിൽസ്. ഇത് ഡാഫോഡിൽസാ. ശരിക്കും ഒരു പൂവിന്റെ ഒരു സ്വർഗ്ഗ ലോകം എന്നൊക്കെ പറയുന്നത് അല്ലെ, ഒരു ഹെവൻ എന്ന് പറഞ്ഞൂടെ അല്ലേ, അല്ലേ, പൂവിന്റെ സ്വർഗം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അടിപൊളി. അതെ അതെ, സത്യം. എന്ത് ഭംഗിയാ. ഇതാണ് കുഞ്ഞി കുഞ്ഞി പൂക്കൾ കണ്ടോ, എന്ത് രസാന്ന് നോക്കിയല്ലേ. പല പല കളർ അടുത്തടുത്തടുത്തടുത്ത്. ഞാൻ രസാണോ. ഓ, ഇവിടെ ഉണ്ടല്ലോ ചോദിച്ചു, എൻട്രിയുടെ കൂടെ നമുക്ക് ടീയും കോഫിയും എല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ ടൈം അൺലിമിറ്റഡാ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ടീ തരാം. അവിടെ ആയിരിക്കും അല്ല ജോ. എന്ത് ഭംഗിയല്ലേ. ഓ, നിറയെ ഇതളൊക്കെയുള്ള കട്ട റോസ് പോലെ കണ്ടോ. ഇതിന്റെയൊക്കെ മൊട്ട് കണ്ടോ, ഇത് കണ്ടോ, കട്ട 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 കട്ട. എന്ത് രസാന്ന് നോക്കിയേ. അതുപോലെ തന്നെ അതിന്റെ പിങ്കും, അതിന്റെ പിങ്കും കണ്ടോ. ഇത് ഒരു ഭയങ്കര രസം. ഇത് നീ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞേ ശരിക്കും റോസാന്നേ പറ. റോസ് മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കും. എന്ത് രസം ശരിക്കും. ഹൈലൈറ്റ് ഇലകളും ഇല്ല. അതെ 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 അതെ, എന്ത് ഭംഗിയല്ലേ. അത് നഷ്ടമാ സത്യമാണോ. ക്യാൻബറയിൽ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആണ്. അതെ അതെ, സെപ്റ്റംബർ 1st ആണ് സ്പ്രിംഗ് നമുക്ക് ഓസ്ട്രേലിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ബർത്ത്ഡേയുടെ ഒന്നും ഇത് എന്റെ മൊട്ട കേട്ടോ. ഇതായിട്ട് വിടർന്ന് ടുലിപ്പ് ആവുന്ന അല്ലേ നിമിഷ കണ്ടോ. അതെ അതെ അതെ, വിടരാനായിട്ട് വിടർന്ന് വരുന്നുണ്ട് കേട്ടോ. സത്യം കേട്ടോ. അതെ, ഇതൊക്കെ കളറായി വരുന്നുണ്ടല്ലോ. ഏതായാലും അക്കുവിന്റെ ഡ്രസ്സിന് എല്ലാം മാച്ചാ. എവിടെ ചെന്നാലും എല്ലാത്തിനകത്തും അക്കുവിന്റെ ഡ്രസ്സിന്റെ കളർ പൂവുണ്ട്. എന്നാ നോക്കി വെച്ചായോ, രസമല്ലേ ഫുള്ള് പൂ. പക്ഷെ പേര് എഴുതിയിട്ടുണ്ടോ സത്യം കേട്ടോ. ഇതുണ്ട് ചായ നോക്കി. ഓ,
ഇതിനൊക്കെ ഒരു തൈ കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാം. നമുക്ക് മരത്തോടെ പറിച്ചോട് പോകുമ്പോഴേ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലേ? അതെ അതെ. ഓ, ഇതിനൊന്നും തൈ കിട്ടാനില്ല. ഇതിന്റെ ഇടയിൽ നിൽക്കുമ്പോ കണ്ടോ ഇത് രസമല്ലേ? ഓ, ഇത് അടിപൊളി കിടു. പിന്നെ പതുക്കെ ഒരു കോഫി കുടിക്കാനായിട്ട് പോവാണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിയുടെ സ്പേസ് ഉണ്ട്. നമുക്ക് അവിടുത്തെ കഫേന്ന് നമുക്കൊരു കോഫി ഒക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഭാഗ്യത നിന്ന് തണുപ്പില്ല. എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു പേടിയായിരുന്നു, തണുത്ത് നമ്മൾ മരയ്ക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല പറ്റിയ വെതർ അല്ലേ? കുഞ്ഞൊരു ചെറിയ കാറ്റുണ്ട്, കുഞ്ഞൊരു വെയിലുണ്ട്. ശരി ശരി, ചെറിയൊരു വെയിലുണ്ട്, അതുകൊണ്ട് നല്ലതാണ് നമുക്ക് ഈ തണുപ്പത്ത്. ഞങ്ങൾ അപ്പത്തേ ഇവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ ഉണ്ടല്ലേ ചോദിച്ചു. അവിടുന്ന് ഞങ്ങളൊരു കോഫി കോംപ്ലിമെന്ററി ആണ്. പിന്നെ നമ്മൾ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതെന്നാടാ കാരമൽ സ്ലൈസ് ആണ് ജോ, ഇഷ്ടപ്പെടോ? നിറയ്ക്ക് ഒരു മെരങ്കി മേടിച്ചു കേട്ടോ. നിറ ഹൗ ഇസ് ഇറ്റ് ഗുഡ്? പിന്നെ ഇത് നിങ്ങൾക്കാട്ടോ ചോദിച്ചു. എനിക്കത് ആപ്പിൾ കസ്റ്റർഡ് ടേണോ അങ്ങനെ എന്താണ് എന്റെ കണ്ടിട്ട് സൂപ്പർ ആണോ? ട്രൈ നോക്ക്. You want some pancake? പാൻകേക്ക് റീവിന് ഇഷ്ടം. ചിലപ്പോ റീവ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അവൻ എഴുന്നേറ്റ് ഫോം ആയിട്ടുണ്ട് കേട്ടോ. ആണോ? ഇപ്പൊ അവന് നമ്മുടെ എടുക്കണ്ട. അവന് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി പോരുക. ഇത്ര നേരം എടുത്തില്ലെങ്കിൽ എടുത്തില്ല കളിച്ചില്ല. ഇപ്പൊ ഞാൻ എടുക്കണ്ട, ഞാൻ എടുക്കുന്നോറും അവന് വേണ്ട. ഗുസ്തിയോട് ഗുസ്തി. റീവാ ചുമയുണ്ടല്ലോ. Peekaboo. Peekaboo. I see you. Peekaboo. Peekaboo. Yay! Super. അപ്പതേ പൂക്കളൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ തിരിച്ചു പോവാട്ടോ. പ്രത്യേകിച്ച് ഈ പൂക്കൾ എനിക്ക് ഒട്ടും പോകാൻ തോന്നുന്നു. തൽക്കാലം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതെ തൽക്കാലം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. നല്ലൊരു പാട്ട് പാടാം. രണ്ടുപേരും കൂടെ ഒരു കിടിലും പാട്ടും കൂടെ പാടി അടുക്കല്ലേ നമ്മള് വെക്കുന്നത്. അപ്പൊ പൂക്കളെ വെച്ചിട്ട് പാട്ട് പാടാം. പൂവേ പോയി പാലപ്പൂവ പൊടിയാലോ. പാലപ്പൂവ കുഴപ്പമില്ലായിരിക്കും അല്ലേ? എന്നാ പാടിക്കൂടി നല്ലൊരു പാട്ട്. പക്ഷെ ഞങ്ങൾ പാട്ട് മാറ്റി കേട്ടോ. ഞങ്ങൾ പൂവുക്കൾ ഒളിന്തിരിക്കും പാടാന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്ന് പാടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാ. ഞങ്ങൾ ആ പാട്ട് അക്കുനെ സജഷൻ ഞങ്ങൾ ആ പാട്ട് പാടാന്ന് വിചാരിച്ചു കേട്ടോ. പൂവുക്കുൾ ഒളിന്തിരിക്കും കനിക്കൂട്ടം അതിശയം, വണ്ണത്തിൽ പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം, കുളിസല്ലും കാറ്റ് എന്നിസയാക അതിശയം, ഗുരുനാഥൻ ഇല്ലാമ കുയിൽ പാട്ട് അതിശയം, அதிசயமே அசைந்து போகும் நீ என்றின் அதிசயம், லா 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 அதிசயம். மண் தோன்றி மின் தோன்றி விண் தோன்றி கடல் தோன்றி விண்ணாக காதல் அதிசயம். വേർഡ്സ് ഒക്കെ കറക്റ്റ് അല്ല. ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്താണ്ട് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചേട്ടനും ചേച്ചി ഇവർ രണ്ടുപേരും ചേരുവോളൂ കേട്ടോ അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. പയ്യെ ഫ്ലവേഴ്സ് കണ്ട് കൊതി തീർന്നില്ലേ? നീ പാടുത്ത സ്പ്രിങ്ങിന് ഈ ഒരു എനിക്കൊന്ന് അടുത്ത വർഷത്തേക്കുള്ളവരെ പണ്ട് ഉള്ളത്തേക്ക് ആയി. ഇനിയിപ്പൊ കാണണ്ട. ഞാൻ പറഞ്ഞു മടുത്തു. എനിക്ക് ഇത്രയും കണ്ട് ഞാൻ ഒരിക്കലും എന്നെ മടുത്തു എന്ന് പറയുന്നല്ല. പക്ഷെ ഇഷ്ടം പോലെ മനസ്സ് നിറഞ്ഞ മടുത്തു പറയാൻ മനസ്സ് നിറഞ്ഞ പോലെ പിള്ളേരെന്നെ കളി നടന്നല്ലേ. ജോയ് ഉള്ളതുകൊണ്ട് മിറ ഭയങ്കര ഗുഡ് ജോയ് ആയിട്ട് രണ്ടുപേരും കളിച്ച് നല്ല മിടുക്ക് പിള്ളേരായിട്ട് ഇരുന്ന കേട്ടോ. ഇനി അങ്ങോട്ട് ചോദിച്ചു നേരെ വീട്ടിലേക്ക് കാണോ? ഇനി വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ട്. ഡിന്നർ എന്റെ വക. നീ അരിഞ്ഞാൽ വേണമെങ്കിൽ കുടിയോ. വ്ലോഗിൽ ഓരോ ഡിഷ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇതാണ് പ്രശ്നം. അവസരിപ്പിച്ച ഇവിടെ വരുമ്പോ അത് ഉണ്ടാക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. ഞാനൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. ഒരു കിടില ഫിഷ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ നമ്മൾ മേടിക്കണം. പോണ വഴി നമ്മൾ മോളിൽ കയറിയത് കുറച്ച് കുട്ടി കുട്ടി സാധനം മേടിച്ചിട്ട് പോവാം.
നമ്മളങ്ങനെ അതേ നമ്മുടെ ശോശിന്റെ വീട് എത്താറായി കേട്ടോ. ചേട്ടാടെ ശോശിന്റെ വീട് എത്താറായി. എത്തിയാ റീവൂട്ടാന്ന് എത്തിയാടാ ജോക്കുട്ടാ? ആ കാറ് വരുന്നിട്ടാണെങ്കിൽ നമ്മള് കയറി പോകുന്നു. ലെഫ്റ്റ് മുമ്പിലത്തെ പൂക്കളൊക്കെ ട്രീയിലൊക്കെ പൂക്കള് പൂത്ത് നിൽക്കുക കേട്ടോ. വൈറ്റ് ഫ്ലവേഴ്സ് എല്ലാം പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ വീട് കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. ഓ ഇതാണ് ജോയുടെ വീടാ? അല്ല ഇതല്ലേ ജോ? ലെഫ്റ്റ് അല്ലേ? ഇറയൊക്കെ കിടന്ന് ഉറങ്ങണോ എനിക്ക്? വണ്ടി കയറി ഫുൾ ഓട്ടോ അല്ലായിരുന്നു വെച്ചാൽ അവിടെ കിടന്ന് റീവും ജോയും മിറയും കൂടെ, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അതില് വീടെത്തി. ജോക്കുട്ടാ ബാക്കിലുണ്ടോ? അവനെ ഏറ്റവും ബാക്കിൽ എഴുതിട്ട് പാവം. റീവ് ഒളിഞ്ഞു നോക്കണം മിർച്ചിനെ. അവനെഴുതൊക്കെ റെഡിയായി. അവൻ മടുത്തു. ഇറങ്ങാം. അവളെണീറ്റാ ഉറക്കൊക്കെ കഴിഞ്ഞു. അതിന്റെ ഉറക്കം മോനെ കാണിച്ചു കൊടുത്ത എല്ലാരും കാണിച്ചു. മോനെ കാണിച്ചേ. ആ നമ്മുടെ കാറല്ല അത്, വേറെ കാറാ. ആ ചേട്ടൻ കാറാ. നിനക്ക് ഡോർ അടയ്ക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. ആ പരിപാടി നമ്മള് വീട്ടിലെത്തി. വീട്ടിലെത്തി എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ. സമയം ഉച്ച ലഞ്ചൊക്കെ കഴിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എല്ലാ സോസിന് ഭയങ്കര ആഗ്രഹം ബിരിയാണി കഴിക്കണമെന്നല്ല, ഫിഷ് ബിരിയാണി. അതെ അതെ, ഇച്ചാന്റെ ഫിഷ് ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പൊ അന്ന് പോലെ അവള് പറയുന്നത് എനിക്ക് ഇച്ചാൻ വരുമ്പോഴത്തേക്ക് ഇച്ചാനെ കൊണ്ട് ബിരിയാണി ശരിയാവാറുണ്ട്, ഇടയ്ക്കൊക്കെ പാടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ രണ്ടും കൽപ്പിച്ചിരുന്നോ? ഒന്നീ നല്ലതാവും അല്ലേ ഇച്ചായ? ഒന്നീ നല്ലതാവും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. പക്ഷെ നല്ലതാവാനാണ് ചാൻസ്. ഞാനേതായാലും സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് ഓവനിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മള് എണ്ണയിലിട്ട് വറക്കും. എണ്ണയിൽ നെയ്യിലും കൂടി ഇട്ട് വറുത്തെടുക്കും കേട്ടോ. വറക്കാനുള്ള സവാളയാണ് ഇത്ര. ബിരിയാണിയുടെ ഞങ്ങള് റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല. ഞങ്ങള് ഫൈനലൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കുള്ള പോർഷനൊക്കെ കാണിക്കും. സോഷ്യലി ഞാനല്ല എന്റെ റെസിപ്പി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ജോ അന്നേരത്തേക്ക് നമ്മൾ ഇന്നലെ ഇവിടെ മേടിച്ച ലെഗോ ഉണ്ടാക്കുവാണല്ലേ ചോക്കട്ടാ? തീരാറായല്ലോ? ഇല്ല മീര എന്നെ മോനെ മാഷ കാണിക്കുന്ന കേട്ടോ. അങ്ങനെ മാഷ കാണിക്കുന്ന ചോടെ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആവോടാ? കഴിയോ? ട്രൈ ചെയ്യാല്ലേ? നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് മീൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അരി വേവിച്ചാൽ മതി. അരി വേവിക്കാനായിട്ട് തുടങ്ങാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക. അരി കൂടെ വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമ്മുടെ ഈ മസാലക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. മീൻ നമ്മൾ സെപ്പറേറ്റ് വറക്കൊന്നും വേണ്ട. നമ്മൾ ഈ മീനിന്റെ മേളിൽ വെച്ച് എന്താ പറയാ ചെറുതായിട്ട് ചൂട് കൊടുത്ത് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കണം. ഓ അത് അടിപൊളിയായിരിക്കുമല്ലോ ചായ. അപ്പൊ ഇതിങ്ങനെ പെരട്ടി മസാല പിടിച്ച് എന്തോരം നേരം വെക്കണോന്നല്ലോ? ഞാനിത് അരി വേവിക്കാനുള്ള സമയത്തിന് വേണ്ടി അങ്ങനെ വെച്ചത്. അല്ലാതെ നമ്മൾ വെക്കൊന്നും വേണ്ട. ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് തുടങ്ങാം. ഇത്ര ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് അരി ഇടാം. അത് വേവിച്ച അരി ഇടാം. നമ്മൾ ദം ചെയ്തെടുക്കണം. ഓക്കെ അടിപൊളി. Which color you want, Mira? This one here. Okay, press gold. Touch here, only here. Yeah. Good. Cool. അങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി ദമ്മിന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയില്. അതേസമയം നമ്മുടെ ജോക്കുട്ടിന്റെ കാറ് കണ്ടോ എല്ലാരും? ഇവിടെ ഫിനിഷ് ചെയ്തല്ലോ. എനിക്ക് വയ്യതെ ബോണറ്റല്ലേ ചായത്. ബോണറ്റൊക്കെ തുറന്ന് കാണിക്കും നമ്മളെ. ഇതെന്നാ വണ്ടിയാണോ? അടിപൊളി വണ്ടിയാണല്ലോ. ഓ അടിപൊളി. ഇതാണ് നമ്മൾ ഇന്നലെ മേടിച്ചു കൊടുത്ത ലെഗോ കേട്ടോ. ഇതിനു മുമ്പ് കുഞ്ഞു ഇങ്ങനത്തെ കുഞ്ഞു പീസുകളായിരുന്നു. അവൻ അതെല്ലാം ഇന്ന് രാവിലെ മിച്ചം വന്ന പീസാണോ? സ്പെയർ പാർട്സ് അല്ലേ? വേറെ അതേസമയം അവിടെ ടാബ്ലറ്റിൽ പടം വരച്ചോണ്ടോ വീഡിയോ കണ്ടോണ്ടൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ. അപ്പൊ ബിരിയാണി അങ്ങനെ ആയിന്ന് പറയായിരുന്നു. സോചി മണം വരുന്നുണ്ടല്ലേ? സാലഡ് റെഡിയായി. അതുപോലെ പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്. എല്ലാം കൂടെ നമുക്കൊരു കൂട്ടിയൊരു പിടി പിടിക്കണം അല്ലേ ചാ? ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പയ്യെ വിളമ്പി കഴിക്കാൻ പോവാ അല്ലേ? കുറെ നേരം ദമ്മൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ടല്ലോ ശേഷു.
നല്ല മണം ഉണ്ടായിരുന്നു. ചേട്ടായിക്ക് ഇപ്പൊ ഡ്യൂട്ടി വരും കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം 8 മണിയായി, കഴിക്കാനുള്ള സമയമായി ശരിക്കും. അതെ, കഴിച്ചിട്ട് ചേട്ടായിക്ക് ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കഴിക്കാൻ പോവാണ്. കഴിച്ചാലോ ചേട്ടാ? ഇടയില്ലേ? നമ്മുടെ ദമ്മ് പൊട്ടിച്ചു. പിള്ളേർക്ക് എന്താ റൈസ് ഉണ്ട്? ജോയ്ക്ക് റൈസ് ആണ്. നമ്മുടെ പ്ലേറ്റ് കൊടുത്തു. You want some more? You want more? No. നല്ല മണം വരുന്നുണ്ട് എനിവേ അല്ലേ? വരുന്നുണ്ട്. റൈസ് കണ്ടാത്തറിയാം. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയാണെന്ന് പറ. ഒന്നും പറയാനില്ല, സൂപ്പർ ബിരിയാണി, അടിപൊളി ടേസ്റ്റ്. ആണോ? ഉള്ളതാണോ? ഉള്ളതായിട്ട് പറയുന്നുണ്ട് ചേട്ടായി, ശരിക്കും ഉള്ളതോ? ഞാൻ താങ്ക് യു. ബിരിയാണി കുറെ വർഷം മുന്നേ ഒരു പ്രാവശ്യം കഴിച്ചോളൂ. ഞാൻ മറ്റേതൊക്കെ കഴിച്ചു, ഫിഷ് കഴിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും ടേസ്റ്റ് വരുന്ന ഒരു ഭയങ്കര ഒരു സൂപ്പർ അല്ല, അടിപൊളിയാണ്. റൈസ് ഞാൻ പറയാം പെർഫെക്റ്റ്. നമ്മൾ ഈ കേറ്ററിംഗ് ആൾക്കാരൊക്കെ കരുതുന്ന പോലെ തന്നെ പെർഫെക്ഷന്റെ റൈസ്. സോഷ്യല് സൗണ്ട് ഒക്കെ പോയല്ലേ, ചെറിയ ജലദോഷം പിടിച്ചു കേട്ടോ ഞാൻ. എന്റെ സൗണ്ട് ഇതല്ല കേട്ടോ, സൗണ്ട് പോയി. ചെറിയൊരു പാളപ്പം കുറച്ച് പോലെ ആയി പോയി സൗണ്ട്. പിള്ളേരും കഴിക്കുന്നുണ്ടല്ലേ? പിള്ളേരും റൈസ് ഇഷ്ടം പോലെ. ജോയൊക്കെ റൈസ് അധികം കഴിക്കാൻ ഇഷ്ടമാണ്, മേടിച്ച് കഴിക്കും. നമ്മുടെ റെസിപ്പി സോഷ്യൽ ചാനലിലുണ്ട് കേട്ടോ, ഞങ്ങളുടെ ചാനലുണ്ട് കേട്ടോ. അതെ കേറി നോക്കുക. കാൻബ്രൻ മല്ലു ഫാമിലി അല്ലേ? നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? നല്ല ലെങ്ത് ആയി കാണും കേട്ടോ. നമ്മുടെ വീഡിയോ പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരും കേട്ടോ. അതുവരെ എല്ലാവർക്കും ശോശു, നിമിഷ, ചേട്ടായി